ആദ്യമായിട്ടാണ് ദൈവമേ ഞാനൊരു കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് എണ്ണ വെക്കാണ് നെറുകയിലപ്പ. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവന്റെ ഒച്ച എന്തെങ്കിലും അപ്പൊ ഇന്ന് കുഞ്ഞുണ്ടായിട്ട് 16 ദിവസമായിട്ടോ. ഇന്ന് 16ാമത്തെ ദിവസമാണ്. അപ്പൊ കുഞ്ഞിനെ ഇന്ന് ആദ്യമായിട്ട് കുളിപ്പിക്കാൻ പോവാ. കുഞ്ഞിന്റെ ഫസ്റ്റ് ബേബി ഷവർ. അപ്പൊ ഞാനായിട്ട് കുളിപ്പിക്കുന്നത്, വേറെ ആരും ഇല്ല, ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്. ഇച്ചിപ്പോ എണ്ണ തേക്കാൻ പോവാട്ടോ. വെളിച്ചെണ്ണ തേക്കാൻ പോവാണേ. ആദ്യമായിട്ടാണ് ദൈവമേ ഞാനൊരു കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോകുന്നത്. മിന്നിച്ചേക്കണേ. അപ്പൊ കുഞ്ഞിനെ നിലത്താണ് കേട്ടോ കടത്തുന്നേ. നിലത്ത് കടത്തി നമ്മളിവിടെ ഒരു ഡ്രൈ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചുമ്മാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു തോർത്ത് മടക്കി കുഞ്ഞിന്റെ തല നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ തല ഇങ്ങനെ ചരിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. തല നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചുമ്മാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ ഡ്രൈ ഷീറ്റ് എന്ന് വിചാരിക്കുമ്പോൾ അവർ വിചാരിക്കും ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് മാത്രമേ ഉള്ളൂ. അടിയിൽ നല്ല സോഫ്റ്റ് പഞ്ഞിന്റെ ഉള്ളത് കാരണം. അത് ഇങ്ങനത്തെ സാധനമാണ് കേട്ടോ. ഇതിന്റെ ഇവിടെ ഒരു പഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. അത് കുഞ്ഞിന്റെ മേല് വേദനിക്കത്തില്ല ഇതുള്ളതുകൊണ്ട്. ഇതിലാവുമ്പോ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഷീറ്റ് നനയത്തൂല്ല. രണ്ട് ഗുണങ്ങളാണ്. ആള് ഭയങ്കര എല്ലാം നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, റെഡി 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 അപ്പേ റെഡി. അപ്പൊ ഇരിക്കും നോക്ക്. വെളിച്ചെണ്ണ കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്നുണ്ടോ വെളിച്ചെണ്ണ? വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ. അത്ര മതി മതിയോ? ഇത് കൂടുതലാ. അത്ര മതിയോന്നോ? ആകെ ഇത്തിരി പോണ കുഞ്ഞിനാണ് അത്രയും. നമ്മളെങ്ങനെ കുളിക്കാൻ പോവാനേ, നമ്മുടെ എണ്ണ തേക്കാൻ പോവാനേ, അത് എണ്ണ തേക്കാൻ പോവാനേ. കുഞ്ഞിപ്പെണ്ണെ, കുഞ്ഞു ബേബിന്റെ നെറ്റിയിലുണ്ടോ ഒരു ചുമന്ന കളറൊക്കെ വരുന്നുണ്ടോ? ചുവന്ന കളറ് കാലയിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഡോക്ടറിനെ കണ്ടിരുന്നു. അപ്പൊ പറഞ്ഞത് അതങ്ങനെ വരും, അത് തന്നെ പോകുന്നാട്ട പറഞ്ഞേ. നമ്മുടെ വയറ്റിന്ന് പുറത്ത് വന്നാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കും, അതൊന്നും പേടിക്കണ്ട പറഞ്ഞു അല്ലേ? അപ്പൊ ആദ്യമായിട്ട് എണ്ണ വെക്കാണ് നെറുകയിലപ്പ. എന്റെ ദൈവമേ. ഇനി മെല്ലെ കയ്യിലും. അവള് കിടക്കും അറിയത്തില്ല. ഞങ്ങൾ അധികം തേക്കുന്നൊന്നുമില്ല. ഫസ്റ്റത്തെ കുളി ആയത് കാരണം അധികം എണ്ണ ഒന്നും വെക്കുന്നില്ല. അമ്മന്റെ പൊന്ന് കടയിലേറ്റ് പൊന്നാ. ഇച്ചെന്റെ കൈക്ക് തണുപ്പുണ്ടോ? അപ്പൊ എണ്ണ തേച്ചിട്ട് അപ്പൊ തല ഉരുട്ടി കൊടുക്കുന്ന രംഗാണ് കാണുന്നത്. പിടിച്ചോ കൈ, വിരള് തലയിലേക്ക് പിടിക്കേ. ഇടാ ഇങ്ങനെ പിടിച്ചിട്ട് ഉരുട്ട്. അയ്യോ അവക്കതങ്ങ് ഇഷ്ടായിട്ടോ. അത് ശരി, കൊള്ളാലോ സെറ്റപ്പ്. അങ്ങനെ കൊച്ചന് കയ്യും കാലൊക്കെ ഇട്ടങ്ങ് അയച്ചോ. നീ ഉറങ്ങാൻ പോവാണ് വേണേ അപ്പത്തേക്കും. എനിക്ക് അവക്ക് മനസ്സിലായി കിടത്തിന്ന്. അപ്പൊ പൊരിഞ്ഞ് എക്സസൈസ് ചെയ്യിപ്പിക്കലായിട്ട്. അയ്യോ അതെന്താ കുഞ്ഞു? അപ്പൊ ഇതാ കുഞ്ഞു ബേബിനെ എടുത്തപ്പോ പെണ്ണ് കരച്ചില് നിർത്തി. കിടത്തുമ്പോ പിന്നെയും കരയും. എന്താ അമ്മ എത്തില്ല കുഞ്ഞിനെ. വളച്ചിലെടുക്കലാട്ടോ. കുഞ്ഞിനെ നിലത്ത് കിടത്തി അപ്പ കരയോ, എടുത്ത അപ്പ കരച്ചു നിർത്തും. അവൾ ആദ്യമായിട്ടല്ലേ നിലത്ത് അങ്ങനെ കിടത്തുന്നത്. അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ട് ഞങ്ങളോട് മിഡ്വൈഫ് പറഞ്ഞ കാര്യങ്ങളും ഹിപ്പ് ഇളക്കി നോക്കണമെന്നും പിന്നെ കാല് നിവർത്തി നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ആദ്യത്തെ കുളി ആയത് കാരണം ഞങ്ങൾ അധികം എണ്ണയൊന്നും തേച്ചിട്ടില്ല അല്ലേ ചേ? ചെറുതായിട്ടുണ്ട് എല്ലാം ഉറങ്ങിപ്പോണു. നമുക്ക് ഉറങ്ങും. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് കുളിപ്പിക്കാം കേട്ടോ. കൊച്ചാൻ പോവാനേ. ബേബിന്റെ ഫസ്റ്റ് കുളി അപ്പ അമ്മയും കൂടെ കുളിപ്പിച്ചത്. അങ്ങനെ തല കഴുകുവാനേ. അങ്ങനെ തല നമ്മുടെ കഴുകിയേ.
നിർക്കല്ലേ മുഖത്ത് വന്നവിടെ കഴിഞ്ഞി വായോ അമ്മേന്റെ അടുത്ത് പോയി. വായോ എന്റെ പൊന്നെ എന്റെ പൊന്നെ. അങ്ങനെ അമ്മേന്റെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അമ്മേന്റെ കൈകാര്യമാണ്. ചുരുള മുടിയായല്ലോ കൊച്ചഞ്ഞപ്പോ മമ്മിന്റെ മുടിയാണോ പിച്ച ആദ്യമായിട്ട് അങ്ങനെ ഒരു കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തില് കുഞ്ഞിനെ കുളിപ്പിക്കുന്നേ, ഒരു കുട്ടീനെ കുളിപ്പിക്കുന്ന ആദ്യമായിട്ടാ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട എക്സ്പീരിയൻസ് തന്നെയാ. അമ്മന്റെ കുഞ്ഞു കൊച്ചോടി അപ്പ കുപ്പിച്ച അമ്മന്റെ മോളെ എന്റെ അപ്പ അമ്മയും കൂടിയാണ് കുപ്പിച്ചേ. ഒരാൾ കൊറേ നേരം ഒരു കാല് കയറ്റാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. നീ ഒന്നും വലുതാകുമ്പോൾ ഓർമ്മ ഉണ്ടാവോ? വലുതാകുമ്പോ ചോദിക്കുക അപ്പ എന്നെ ഇങ്ങനെയാണോ ചെയ്തേ? വലുതാകുമ്പോ കുഞ്ഞി വീഡിയോ കിട്ടുന്നതാണോ? പിന്നെ അവള് അനോടി നീ വലുതാകുമ്പോ വീഡിയോ ഒക്കെ കാണുമോടി? അപ്പോഴും ചോദിക്കുവോ? അപ്പൊ ഒരു കാലിടാൻ ഇട്ട നേരെ എടുത്തോ, ഒരു കൈയിടാൻ ഇട്ട നേരെ ഇട്ടോ ചോദിക്കുവോ? അത് ശരി. രാശനാദിപ്പൊടി ഇടാൻ പോവാനേ. മുടി ചെയ്യണ്ടേ? മുടിയും കൂടെ ചെയ്വ്. കൈ കൊണ്ടാ? ആ പിന്നെ ഒരു ചീപ്പുണ്ടോ? ചീപ്പും കൊണ്ടൊന്നും ജീവനായിട്ടില്ല. നിറക് കുറച്ചിട്ടില്ലല്ലോ. അപ്പടാ സ്കൈ ബേബി സുന്ദരി മണിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പേനെ നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ നോക്കുന്നതന്നെ? എന്താ സംഭവിച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ കുഞ്ഞിന്. കുഞ്ഞാജി എന്റെ കുഞ്ഞ് അപ്പിരി കുടിച്ചോ ഇന്ന്? എന്റെ ശമ്പാനെ എന്നാ പിടിച്ച് ഞാൻ അടുത്തോ കെട്ടുന്നുണ്ടോ നീ നോക്കുന്ന എനിക്ക് പേടി. ഇപ്പഴത്തെ കണ്ണു നോക്ക്. എന്നെ കാണാനായിട്ടാണ് പോലും. അമ്മേ രാശനാന്റെ മനക്കുന്നേടി കുഞ്ഞുന്ന. അങ്ങനെ ഉണ്ടായിരുന്നോ പുലി? അവിടെ ഒരു ഗുഡ് ഷവർ ആയിരുന്നോ? ദൈവമേ അവിടെ അപ്പായി അപ്പരി കുപ്പിച്ച് കളഞ്ഞു അമ്മന്റെ മുട്ടിന്. വയറൊക്കെ നിറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ നിറഞ്ഞ് ഒരു സന്തോഷത്തിൽ അങ്ങ് ഉറങ്ങാലോ. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ ഇന്ന് കുളിപ്പിച്ചു. കുഞ്ഞിന്റെ ഫസ്റ്റ് ബാത്തായിരുന്നു ഇന്ന്. അപ്പൊ ഞങ്ങൾ കുളിപ്പിച്ചതിൽ അറിയാൻ നമ്മുടെ നാട്ടിൽ കുളിപ്പിക്കും പോലെ ഒന്നല്ല, ഞങ്ങൾക്ക് അറിയും പോലെയാണ് കുളിപ്പിച്ചിട്ടുണ്ടാവുന്നത്. ഒരുപാട് ഒരുപാട് തെറ്റുണ്ടാവും. ഞങ്ങള് ഇതാക്കിയതിന്റെയും പിടിച്ചതിന്റെയും ഒക്കെ ഞങ്ങൾക്ക് ഇതാണ് അറിയുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു തന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് അറിയും പോലെ ഞങ്ങൾ ചെയ്തു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ പൊന്മണി. ഓക്കേ പൊന്മണി. എന്റെ കുഞ്ഞുമണി കേട്ടോ. എന്റെ ദൈവമേ.